നമസ്കാരം. ദ പാത്ത് ഇസ് എ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും വീണ്ടും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അഹിംസ സിദ്ധാന്തത്തെക്കുറിച്ചിട്ട് അഹിംസയുടെ ആ രാജ്യത്തിലേക്ക് ആണ് യാത്ര ചെയ്യുന്നത്. സ്നേഹത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ അധിപൻ ആരായിരിക്കും? സ്നേഹം തന്നെയായിരിക്കും. സ്നേഹത്തിൻ്റെ മൂർത്തിമത് ഭാവമായിട്ടുള്ള ഈശ്വരൻ അല്ലെങ്കിൽ മാസ്റ്റർ. അപ്പോൾ ആ സാമ്രാജ്യത്തിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കേണ്ടത് മാസ്റ്റർ തന്നെ. മാസ്റ്റർ അറിയാതെ, ഈശ്വരൻ അറിയാതെ ഇവിടെ ഒരു ഇല പോലും അനങ്ങില്ല എന്നുള്ള ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു ചൊല്ലുണ്ട്. പക്ഷേ മനുഷ്യൻ ഈ ഒരു സിദ്ധാന്തത്തിൻ്റെ എതിരെ സഞ്ചരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തോന്നുന്നു. നമുക്കൊരു ഫ്രീ വിൽ ഉണ്ട്. നമ്മളെ ആരും ഡിസിപ്ലിൻ ചെയ്യാൻ ശ്രമിക്കേണ്ട, നമുക്ക് നമ്മുടേതായിട്ടുള്ള വഴികളുണ്ട് എന്ന് മനുഷ്യൻ ചിന്തിക്കുന്നു. അപ്പോൾ നമ്മൾ ഫ്രീ തിങ്കിങ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ നമ്മുടെ ആഗ്രഹങ്ങളാണ് ഇടപെടുന്നത്. യഥാർത്ഥത്തിലെ ഫ്രീ വിൽ ആ ഒറിജിനലായിട്ടുള്ള ആ ഐഡൻറ്റിറ്റിയുടെ തലത്തിലാണുള്ളത്. അവിടെയാണ് ഫ്രീ വിൽ. ഈ പ്രപഞ്ചത്തിൻ്റെ നിർമ്മാതാവായിട്ടുള്ള ആ സെൻറ്ററിന്, ഈശ്വരന്, പ്രപഞ്ചത്തെ നിർമ്മിക്കാനും ഡിസോൾവ് ചെയ്യാനുമുള്ള വിൽ ഉണ്ട്. ആ വില്ലാണ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത്. കാരണം നമ്മുടെ തന്നെ സെൻറ്ററാണ് ആ ഈശ്വരൻ. ഒരു വ്യത്യാസമില്ല. അപ്പം എന്ത് കാര്യം നിർവഹിക്കുമ്പോഴും ആ സെൻറ്ററുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ മനുഷ്യരല്ലാത്ത ചരാചരങ്ങൾക്ക് കൺസൾട്ടേഷൻ്റെ ആവശ്യമില്ല. കാരണം അവിടെ അവരെ എതിർക്കുന്നില്ല, അവിടെ ഈഗോ ഇല്ല. ആ ഒറിജിനൽ ഋതം തന്നെ അവരിലൂടെ ഫ്ലോ ചെയ്യുന്നു. ഋത എന്ന് പറയുന്നു ആ യൂണിവേഴ്സൽ ഋതം, ഒറിജിനൽ ശബ്ദം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പുല്ലാങ്കുഴലിൻ്റെ ഉദാഹരണം, ആ ദിവ്യമായിട്ടുള്ള സംഗീതം തന്നെയാണ്
അവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യ തലത്തിലേക്ക് ഉയരുമ്പോൾ, എവല്യൂഷൻ വരുമ്പോൾ, ഈ ഒരു മ്യൂസിക്കിൽ ഞാൻ ഇടപെടാൻ തുടങ്ങും. എനിക്ക് തോന്നുകയാണ് എനിക്കതിനെ മോഡിഫൈ ചെയ്യാൻ സാധിക്കും, എൻ്റെ ഇഷ്ടപ്രകാരം വായിക്കാൻ പറ്റും, ഈ സംഗീതത്തിൻ്റെ അവകാശി ഞാനാണ്, ഇതിൽ നിന്ന് ലഭിക്കുന്ന ഡിവിഡൻസ് എനിക്ക് വേണം എന്നൊരു തോന്നൽ അവിടെ അറിയാതെ വരാൻ തുടങ്ങുന്നു. അവിടെയാണ് ആഗ്രഹങ്ങൾ ഇടപെടുന്നത്. ഞാനല്ലേ സൃഷ്ടി നടത്തിയത്. പക്ഷേ മനുഷ്യൻ്റെ സൃഷ്ടിക്ക് ഒരു തുടക്കവും അവസാനമുണ്ട്. ജനനം തൊട്ട് മരണം വരെ പലതും ചെയ്യാം. അതിനുശേഷം അതെല്ലാം ഇവിടെ ഉപേക്ഷിച്ച് പോകണം. എന്താണ് കൊണ്ടുപോകുന്നത്? ബാബുജി മഹാരാജ് പറയുന്നത് നമ്മുടെ ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ള ഈ ഇമോഷണൽ ബാഗേജ്, എനിക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള തെറ്റിദ്ധാരണ നമ്മുടെ ഉള്ളിൽ കിടക്കുകയാണ്. ആ തെറ്റിദ്ധാരണ മാറുന്നത് വരെ വീണ്ടും 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 ശ്രമിച്ചുകൊണ്ടിരിക്കേണ്ടേ വരും. നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ സൂപ്പർഫിഷ്യലാണ്. ഈ അടുത്ത് ഒരു സൂയിസൈഡിനെ കുറിച്ച്, സൂയിസൈഡ് എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്, ഒരു മഹാനായിട്ടുള്ള ഒരു വ്യക്തി ആൾഷിമേഴ്സ് ഡിസീസ് വരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ തൻ്റെ ജീവിതം വെടിയാൻ തീരുമാനിക്കുകയാണ്. അതിനെ വലിയ ശ്ലാഘിച്ചുകൊണ്ട് ഒരു ആർട്ടിക്കിൾ. കാരണം അതിന് ധൈര്യം, കാരണം എനിക്ക് ആൾഷിമേഴ്സ് അനുഭവിച്ചുകൊണ്ട് ഇനി ഭൂമിയിൽ ജീവിക്കണ്ട, എൻ്റെ ഓർമ്മയില്ലാതെ ഇവിടെ ജീവിക്കാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല എന്ന് ചിന്തിച്ചു. എനിക്ക് ഈ ഓർമ്മയുള്ള സമയത്ത് തന്നെ ഒരു മനുഷ്യനായിട്ട് തന്നെ ഈ ലോകത്തിൽ നിന്ന് വിടണം എന്നുള്ളൊരു തീരുമാനം. അത് ശരിയാണോ തെറ്റാണോ? ഒരു വലിയൊരു ക്വസ്റ്റ്യനാണ്. ശരിക്കും കമ്പാഷനേറ്റ് ആവുന്ന ആൾക്കാർ പറയും ശരിയാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം. ഇപ്പോൾ യുത്തനേഷ്യ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, ജീവിതം അവസാനിപ്പിക്കുക. പക്ഷേ ഈ ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കും, അത് ഹോമിസൈഡായാലും സൂയിസൈഡായാലും വളരെ സൂപ്പർഫിഷ്യലായിട്ട് ഡിസിഷനാണ്. നമ്മൾ ഞാൻ എന്നുള്ള ഭാവം പ്രകടമാവുന്നത് ഈ വേക്കിംഗ് കോൺഷ്യസ്നസ്സിൽ മാത്രമാണ്, വളർന്നിരിക്കുന്ന അവസ്ഥയിൽ മാത്രമാണ്. 95% എൻ്റെ ബോധതലം, എൻ്റെ യഥാർത്ഥ സിലബസ് ഞാൻ അറിയാതെ എൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ നമുക്ക് സ്പർശിക്കാൻ പറ്റില്ല. സ്വപ്നാവസ്ഥയിലും സുഷുപ്തി അവസ്ഥയും നമ്മൾ അനുഭവിക്കുന്നു മാത്രം. നമുക്ക് അവിടെ ചേഞ്ചസ് കൊണ്ടുവരാൻ സ്വയം സാധിക്കില്ല. ഈ ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, അതാണ് നമ്മുടെ സുഷുപ്തി അവസ്ഥയിലുള്ള അല്ലെങ്കിൽ സ്വപ്നാവസ്ഥയിലുള്ള സൂക്ഷ്മ ശരീരത്തിലും കോസൽ ബോഡിയിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നു. ഈ ജാഗ്രത അവസ്ഥയിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ആഴത്തിൽ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാക്കും. പുറമേ നമ്മൾ ചെറുതായി ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഒരു മരം വെട്ടിക്കളയാൻ വേണ്ടി മരത്തിൻ്റെ ഒരു ഇല പൊട്ടിച്ചാൽ ഞാൻ മരം മുറിച്ചു എന്ന് പറയുന്ന പോലെയാണ്. എൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നു അല്ലെങ്കിൽ വേറൊരാളുടെ ജീവിതം അവസാനിപ്പിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ എന്താണ് അവിടെ കളയുന്നത്? ഈ 5% മാത്രമുള്ള ഈ സ്ഥൂല ശരീരം മാത്രം, ബാക്കി അവിടെ കിടക്കുകയാണ്. അതാണ് മൈഗ്രേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത്. ഈ സട്ടിൽ ബോഡി, നമ്മുടെ ഇമോഷൻസും നമ്മുടെ ചിന്തകളും ഒന്നും പോകുന്നില്ല, അതവിടെ അടുത്ത ഒരു ബോഡിക്ക് തയ്യാറെടുക്കും. പക്ഷേ ഈ തരത്തിൽ ലോകം വിട്ട ആൾക്കാർക്ക് അങ്ങനെ ഒരു ബോഡി ലഭിക്കുമോ എന്നുള്ളതും ഒരു ക്വസ്റ്റ്യനാണ്. കാരണം നോർമലായിട്ട് ഭൂമിയിൽ ജീവിച്ചും മരിച്ചവർ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പ്രകൃതി അവർക്ക് വേണ്ടിയല്ലേ അവർക്ക് ശരീരം ഒരുക്കി കൊടുക്കുക. ഇങ്ങനെ സ്വന്തം തീരുമാനത്തിൽ വളരെ സൂപ്പർഫിഷ്യലായ ഡിസിഷനിൽ ഞാൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് എന്നൊരു കുട്ടി പറയുകയാണ്. പിന്നെ ക്ലാസ്സിലേക്ക് കയറ്റണോ തീരുമാനിക്കേണ്ടത് പ്രിൻസിപ്പളാണ്. ഇനി ബുദ്ധിമുട്ടാണ്, ഇവിടെ കിട്ടില്ല. ഇപ്പോൾ ജോലിയിൽ നിന്ന് രാജിവെച്ച് പോയ ആൾക്കാരെ തിരിച്ച് സാധാരണ എടുക്കാറില്ല. അതുപോലെ തന്നെ ഇങ്ങനെ വിട്ടു പോകുന്നവരെ അല്ലെങ്കിൽ വേറെ ആളുടെ ജീവിതം എടുക്കുന്നവർ രണ്ടുപേരും എഫക്റ്റ് ചെയ്യപ്പെടുന്നു. ഇവിടെയാണ് ആനിമൽസിനെ കൊല്ലരുത്, നോൺ വെജിറ്റേറിയൻ പാടില്ല എന്നൊക്കെ നമ്മുടെ മാസ്റ്റേഴ്സ് പറയുന്നത്. അതേക്കുറിച്ച് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. കാരണം ഇത് വളരെ സൂപ്പർഫിഷ്യൽ ഡിസിഷനാണ്. തീരുമാനം എടുക്കേണ്ട ആൾ ഹയസ്റ്റാണ്. ഹയർ ലെവലിൽ ഒരു തീരുമാനം എടുക്കുന്നതേ കറക്റ്റാണ്. അതുകൊണ്ടാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ മാമനുസ്മര യുദ്ധചാന്ന്, എന്നെ സ്മരിച്ചുകൊണ്ട് യുദ്ധം ചെയ്യും, അങ്ങനെയാണ് നീ പാപം അനുഭവിക്കില്ല. സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. മാം ഏകം, നമ്മുടെ ഉള്ളിലുള്ള ഏകമായിട്ടുള്ള ഒരു ഞാൻ ഉണ്ട്, അവിടേക്ക് കണക്ട് ചെയ്ത് വേണം തീരുമാനം എടുക്കാൻ. ആ ഞാനാണോ ഈ തീരുമാനം എടുക്കുന്നത്, അതോ ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണോ തീരുമാനം എടുത്തത്? ഇപ്പോഴത്തെ ഈ ഫ്രസ്ട്രേഷനിൽ വിഷമം കൊണ്ട് ഒരു തീരുമാനം എടുത്തത് മാത്രമേ ഉള്ളൂ. അവിടെ കിടക്കുകയാണ്, ഞാൻ അവിടെ കിടക്കുകയാണ്. ചിന്തിക്കേണ്ട കാര്യമാണ്. ഇതുപോലെ തന്നെയാണ് കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. ഈ പ്രപഞ്ചത്തിൽ കൺസ്ട്രക്ഷൻ നടത്താൻ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, ക്രിയേറ്റർ, മാസ്റ്റർ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തോട് കൺസൾട്ട് ചെയ്ത് വേണം നമ്മളിവിടെ എന്തും ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഇൻട്രോസ്പെക്റ്റീവ് കണക്റ്റീവ് എന്ന് പറയുന്നത്. നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മൾ നല്ലതാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കും. നമ്മൾ വലിയ വലിയ റോഡുകൾ പണിയുന്നു, കടലിൻ്റെ
കുറുകെ പാലങ്ങൾ പണിയുന്നു, കടലിൽ അടിയിൽ കൂടെ സബ്വേ പണിയുന്നു, ഒക്കെ ചെയ്യുന്നുണ്ട്, അന്തരീക്ഷത്തിലേക്ക് പോകുന്നു. പക്ഷേ ഇത് ഇവിടേക്ക് കൺസൾട്ട് ചെയ്തിട്ടാണോ? അതോ വെറുതെ എൻ്റെ കഴിവുകൾ കാണിക്കാനാണ് മനുഷ്യൻ ചെയ്യുന്നത്? ചിന്തിക്കേണ്ട കാര്യമാണ്. ഇത്രയും ദൂരം യാത്ര ചെയ്യേണ്ട സ്പീഡിൽ പോയിട്ട് എന്താ ചെയ്യാൻ പോകണം? മഹാത്മാഗാന്ധിജിയുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അദ്ദേഹം റെയിൽവേസിൻ്റെ എതിരായിരുന്നു. ഹിന്ദ് സ്വരാജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകമുണ്ട്. വളരെ റെവല്യൂഷണറി പുസ്തകമാണ്. ആദ്യം കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരും, വലിച്ചെറിയുന്നു. പക്ഷെ അത് ആഴത്തിൽ വായിക്കേണ്ട കാര്യമാണ്. സർമൺ ഫ്രം ദ സീ എന്നുള്ള ഒരു പേരിൽ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അമേരിക്കയിൽ. ഇന്ത്യയിൽ അത് വളരെ ചെറിയ വിലയിൽ അവൈലബിളാണ്. വളരെ ചെറിയ ബുക്കാണ്. അതിൽ അദ്ദേഹം റെയിൽവേസിനെ എതിർക്കുന്നു. പക്ഷെ അദ്ദേഹം ട്രെയിനിൽ ഏറ്റവും യാത്ര ചെയ്തതാണ്. എന്തുകൊണ്ടാണ് മഹാത്മാഗാന്ധി അങ്ങനെ പറഞ്ഞത്? മഹാത്മാഗാന്ധി പറയുന്നത് നമ്മുടെ പ്രവർത്തന മണ്ഡലം നമുക്ക് നടക്കാനെത്തുന്ന ദൂരത്തിലാവണമെന്നാണ്. അവിടെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ബാക്കിയുള്ള സ്ഥലത്ത് നമ്മൾ പോയിട്ട് പറഞ്ഞാൽ അതിന് എഫക്റ്റ് ഉണ്ടാവില്ല. നമ്മുടെ പ്രസൻസ് കൊണ്ട്, നമ്മുടെ ക്യാരക്ടർ കൊണ്ട് മോഡിഫൈ ചെയ്യേണ്ടത് നമ്മൾ ഇരിക്കുന്ന സ്ഥലമാണ്. ഒരു മരം വേറെ സ്ഥലത്ത് പോയിട്ട് കായിടുന്നില്ല, അവിടെ തന്നെ മുളച്ച് അവിടെ തന്നെ അതിൻ്റെ പഴം നൽകുന്നു. അതുപോലെ മനുഷ്യൻ സെൻറ്റേർഡാണ്, ഗൃഹസ്ഥൻ എന്ന് പറയുന്നത് കൊണ്ടാണ്. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് ഡെവലപ്പ് ചെയ്തിട്ട് ആ ക്യാരക്ടർ മാനിഫെസ്റ്റ് ചെയ്യണം. എന്നിട്ട് പ്രകൃതി ആവശ്യപ്പെടുകയാണെങ്കിൽ, ഈശ്വരൻ ആവശ്യപ്പെടുകയാണെങ്കിൽ യാത്ര ചെയ്യാം. അപ്പോൾ ആവശ്യം മോളുന്നവരുണ്ട്, താഴെ നിന്നല്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. നമ്മൾ തയ്യാറാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ ട്രാവൽ ചെയ്യേണ്ടി വരും. എനിക്ക് എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല, എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടല്ല ഞാൻ യാത്ര ചെയ്യേണ്ടത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, സ്നേഹം നൽകാനായിട്ട് നമുക്ക് ചിലപ്പോൾ അവസരം ലഭിച്ചു അങ്ങനെയാണെങ്കിൽ അതിനായിട്ട് മാത്രം പോകും. അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ ഇല്ലാണ്ട് പിന്നെ അവിടുന്ന് പോകേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാമിൻ്റെ ഈ ഒരു തലത്തെക്കുറിച്ചും കൂടി എല്ലാവരും ഒന്ന് ഇൻട്രോസ്പെക്റ്റ് ചെയ്യണം. അടുത്ത സെഷനിൽ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.